എന്റെ സേഫ്റ്റിക്ക് ഞാൻ എന്ത് ചെയ്യും മാഡം? എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ തന്നൂടെ? അതൊന്നും പറ്റില്ല. അതിനൊക്കെ വേറെ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ നിനക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം. പോലീസ് പ്രൊട്ടക്ഷൻ പോലെ തന്നെയാ. കൃപ, മാഡം, നിനക്ക് അക്കോമഡേഷൻ ഒന്നും ശരിയായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഒന്നും ആയിട്ടില്ല മാഡം. എങ്കിൽ വഴിയുണ്ടാക്കാം. ശരി മാഡം, ഓക്കെ, വരട്ടെ. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. ഞാൻ കാർത്തിക്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാർ ചോദിക്കേ. മൈഥിലി എന്ന പേരുള്ള ഒരു ലേഡി ഇവിടെ താമസിക്കുന്നുണ്ടോ? സാർ, ഇത് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിലെ ഇൻമേറ്റ്സിനെ പറ്റി ആർക്കും ആരോടും ഒരു വിവരവും നൽകാൻ പറ്റില്ല. ഓഹോ, അതെന്താ നിയമം? അതാ ഇവിടുത്തെ റൂള്. അല്ല, അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ടോന്ന് അറിഞ്ഞാ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് താമസിക്കുന്ന ആരെ പറ്റിയും ഒരു കാര്യവും ഞങ്ങൾ പറയില്ല. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫാണ്, ACP കാർത്തിക്. ആ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറിപ്പ സർവീസിലില്ലല്ലോ, സസ്പെൻഷനിലല്ലേ? അത് ശരി. അപ്പൊ എല്ലാം അറിഞ്ഞ് മനഃപൂർവ്വം നിങ്ങൾ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതല്ലേ? ചൂടാവാതെ സാറേ, സാറ് പോയി സാറിന്റെ ജോലി നോക്ക്. പറയുന്നു. കാർത്തിയേട്ടാ, വേണ്ട സാറേ, ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലാ. ഇവിടെ കിടന്ന് തെമ്മാടിത്തരം കാണിച്ചാലേ സാറ് വിവരം അറിയും. സാർ നോക്കി പേടിപ്പിക്കണ്ട. ഇവിടെ കിടന്ന് തിളക്കുകയും വേണ്ട. സാറിനോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ അതിനുള്ള ഒഫീഷ്യൽ സപ്പോർട്ട് എനിക്കുണ്ടെന്ന് കരുതിക്കോ. കാർത്തിയേട്ടാ, പോവാം. ഇതൊക്കെ എല്ലാരും ചേർന്നുള്ളൊരു പ്ലെയർ. ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, വാ പോവാം കാർത്തിയേട്ടാ, വാ. എവിടെയടി എന്റെ കുഞ്ഞ്? നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്റെ കുഞ്ഞെവിടെയെന്ന്. നീ അതിനെ കൊണ്ടുപോയി കൊന്നോ?